ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായി നമ്മൾ വീഡിയോയിൽ കൂടെ കണ്ടിട്ട്. ഒരുപാട് നാളായി എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഒരു വലിയ വർക്കിലായിരുന്നു, ഒരു ബിഗ് വർക്കായിരുന്നു. അപ്പോൾ ഇന്ന് ആ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വർക്ക്ഷോപ്പ്. ഞാനെൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. എൻ്റെ കാർ പോർച്ചിൽ നിന്നാണ് എൻ്റെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രണ്ടാമത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. അത് ഒരുപാട് അകലെയൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ പണിയുന്ന വീടാണ് ഈ കാണുന്നത്. ഈ വീട് പണിക്ക് ആവശ്യമായൊരു ഷെഡ് കിട്ടിയിരുന്നു. ആ ഷെഡിലേക്ക്, അതായത് ഈ കാണുന്ന ഷെഡിലേക്കാണ് ഞാൻ രണ്ടാമതായിട്ട് വർക്കിന് ചെയ്യാൻ വേണ്ടി ഞാൻ പോയത്. നമ്മുടെ കാർ പോർച്ചിൽ സ്ഥലത്തിൻ്റെ പരിമിതിയും കാരണം ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടേക്ക് മാറി. ഇവിടെയാണ് ഞാൻ എൻ്റെ സെക്കൻഡ് ഞാൻ വർക്ക് ചെയ്യാൻ ചെയ്തത്. അത് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. ഈ ഒരു പരിസരം കാര്യങ്ങളൊക്കെ കാണാം. അന്ന് ഇവിടെ ഭയങ്കര പുല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പുല്ലൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ സെക്കൻഡ് വർക്ക് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ആഗ്രഹിച്ചതാണ് നല്ലൊരു വർക്ക്ഷോപ്പ് പണിയണമെന്ന്. അതിൻ്റെ വർക്കിലായിരുന്നു ഇത്ര നാൾ. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമായിക്കൊണ്ട് ഒരു വർക്ക്ഷോപ്പ് പണി കഴിഞ്ഞു. അതിൻ്റെ വർക്കിലായിരുന്നു ഇത്ര നാൾ. അതുകൊണ്ടാണ് വീഡിയോസിലും കാര്യങ്ങളൊന്നും കാണാതിരുന്നത്. എൻ്റെ പേര് ഷാരോൺ തോമസ്. ഇതാണ് എൻ്റെ നാട്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട അടുത്ത് വള്ളിവട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ നാടാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പേര് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബോർഡിൽ എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പേര് അവർ സ്റ്റിക്കർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പ്. ഞാനിതിനു മുമ്പ് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലും കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷാരോൺസ് റീസ്റ്റോറേഷൻ എന്നായിരുന്നു പഴയ ചാനലിൻ്റെ പേര്. ഇപ്പോൾ പുതിയൊരു ചാനലും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഷാരോൺസ് ലീവ് മെഷീൻസ് എന്നാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര്. പിന്നെ വർക്ക്ഷോപ്പിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സെൻറ്റ് തോമസ് ഓട്ടോമൊബൈൽസ് എന്നാണ്. സ്റ്റിക്കർ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കര 3D എഫക്റ്റിലൊക്കെയാണ് സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞു, ബോർഡെല്ലാം റെഡിയായി. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരം ഒരുപാട് ഇരുട്ടായി. അവിടെ നല്ല തിരക്കായിരുന്നു. കൂടാതെ നമ്മുടെ വർക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. അതുകൊണ്ട് ഇപ്പോൾ കാറിനത് ലൈറ്റ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ജനുവരി 16 ഇന്ന് എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ബ്ലെസ്സിങ് ആണ്. ഇവിടെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. ഫോട്ടോസ് റെഡിയായി, വർക്ക്ഷോപ്പിൻ്റെ പേര് റെഡിയായി, ബോർഡെല്ലാം സെറ്റായി. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് എൻ്റെ അപ്പൻ. തോമസ് എന്നായിരുന്നു അപ്പൻ്റെ പേര്. അപ്പൻ 2 വർഷം മുമ്പ് അറ്റാക്കായിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു.
അതുകൊണ്ട് അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അപ്പൻ്റെ പേര് തന്നെ കൊടുത്തിട്ട് ഈ വർക്ക്ഷോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വർക്ക്ഷോപ്പ്. ഇനിയുള്ള വർക്കുകളെല്ലാം ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ചാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വണ്ടികൾ കണ്ടിട്ട് ഇവിടെ ഒരു ബെൻസ് എടുത്തിട്ടുണ്ട്. പഴയ മോഡലാണ്, ബെൻസ് 124 മോഡലാണ്. കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് ഇതുമേൽ ചെയ്യാനായിട്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ബ്രിട്ടോ എന്നാണ് അവൻ്റെ പേര്. കാണാൻ വലിയ ലുക്കില്ല എന്നുള്ളൂ, പക്ഷെ ആൾ 5 പാവമുണ്ട്. പിന്നെ ഇതേവരെ നമുക്ക് ആർക്കും ഒരു ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര സ്നേഹമാണ് അവനെ. അകത്ത് വേറൊരാളും കൂടെ ഉണ്ട്. ആളെത്രയും പ്രശ്നക്കാരിയാണ്. ആളെ പിന്നെ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇവിടെ വർക്ക് കഴിഞ്ഞതും വർക്ക് കഴിയാത്തതുമായ ഒരുപാട് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്ലൂ ബൈക്ക് വർക്ക് കഴിഞ്ഞാണ്, വെസ്പയുടെയും വർക്ക് കഴിഞ്ഞാണ്. മുകളിലിരിക്കുന്ന 3 വണ്ടികളുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ അംബാസഡർ നമ്മൾ എടുത്തതാണ്. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. കളർ ചേഞ്ചിങ് ചെയ്യണം, കുറച്ച് മെക്കാനിക്കൽ വർക്കുകളും കൂടെ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ അപ്പൻ്റെ കാറായിരുന്നു കേട്ടോ, ടൊയോട്ട എറ്റിയോസ്. അപ്പൻ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്നതെല്ലാം വർക്ക് ചെയ്യാനുള്ള വണ്ടികളാണ്. ഇതിൽ ഫുള്ളി റീസ്റ്റോറേഷൻ ചെയ്യാനുള്ളതുണ്ട്, പെയിൻറ്റിങ് വർക്ക് ചെയ്യാനുള്ള വണ്ടികളുമുണ്ട്. ഇതെല്ലാം ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇനി വർക്ക്ഷോപ്പിൽ കയറ്റി നമുക്ക് പണിതെടുക്കണം. പിന്നെ ഇതിപ്പോൾ വണ്ടികൾ അഴിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഏകദേശം 2 വണ്ടികൾ അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷാരോൺസ് ലിവിങ് മെഷീൻസിൻ്റെ ലോകം. അടുത്തത് ബ്ലെസ്സിങ് ആണ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ഒരുപാട് പേരൊന്നും ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അമ്മാമ്മയുണ്ട്, അമ്മയുണ്ട്, പിന്നെ അപ്പൻ്റെ ചേട്ടനുണ്ട്, വൈഫുണ്ട്, പിന്നെ ഞാനും എൻ്റെ വൈഫും, പിന്നെ ബ്ലെസ് ചെയ്യുന്ന അച്ഛനും പള്ളിയിലെ കപ്പിയാരും. ഇത്രയും പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ബ്ലെസ്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഓരോരോ വർക്കുകൾ ചെയ്യുന്ന വീഡിയോസിലൂടെ നമുക്ക് കാണാം.